ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി. ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോയിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്ന വ്യക്തിയാണ്. ഈയിടെ എൻ്റെ ചാനലിൽ ഞാനൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രാൻസ്പ്ലാന്റ് ഇല്ല, അതായത് ഒരു സർജറി ഇല്ലാതെ ട്രീറ്റ്മെൻറ്റ്സ് കൊണ്ട് അല്ലെങ്കിൽ മെഡിസിൻസ് കൊണ്ട് തലയിൽ മുടി വന്നിരിക്കുന്ന അവരുടെ 25 പേരുടെ റിസൾട്ട്സാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അത് 2 റിസൾട്ട്സ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 2 റിസൾട്ട് ഷെയർ ചെയ്തപ്പോഴെ തന്നെ ഒരുപാട് ആൾക്കാർ കമൻറ്റ് അടിക്കുന്നു, ഒരുപാട് ആൾക്കാർ പേഴ്സണലി ബന്ധപ്പെടുന്നു. ഈ മെഡിസിൻ എവിടെ നിന്ന് കിട്ടും, എങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, ഒരുപാട് ആൾക്കാർ എന്നെ ചോദിക്കുന്നു. അപ്പോൾ അതിൻ്റെ 3ാമത്തെ റിസൾട്ടാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരു കാര്യം ഞാൻ ആദ്യം പറയാം. നമ്മളുടെ തലയിൽ കഷണ്ടി ആയിട്ടുണ്ടെങ്കിൽ, ഫോളിക്കിൾസ് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. വെറുതെ നമ്മൾ മരുഭൂമിയിലോട്ട് വെള്ളം ഒഴിച്ച പോലെ ആവും. അപ്പോൾ നമ്മളുടെ തലയിൽ ഫോളിക്കിൾസ് ഉണ്ടെങ്കിൽ, നല്ല ഹെൽത്തി ഫോളിക്കിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ട്രീറ്റ്മെൻറ്റ് കൊണ്ട് അല്ലെങ്കിൽ മെഡിസിൻ കൊണ്ട് മുടി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, ഞാൻ കഴിഞ്ഞ റിസൾട്ട് ഷെയർ ചെയ്ത സമയത്ത് കുറേ ആൾക്കാർ കമൻറ്റ് അടിച്ചു അതിന് താഴെ. എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെയാണോ ആദ്യത്തെ വ്യക്തിയും രണ്ടാമത്തെ വ്യക്തിയുടെ സെയിം അയാൾ തന്നെയാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഡൗട്ട് അടിച്ചുകയാണ്. അങ്ങനെ ഡൗട്ട് അടിപ്പിക്കുക, അത്രയും റിസൾട്ട് വരിക എന്നുള്ളതാണ് ആ ട്രീറ്റ്മെൻറ്റിൻ്റെ സക്സസ്. അതായത് നിങ്ങൾക്ക് ഡൗട്ട് അടിച്ച് പോയില്ലേ, അതേപോലെ തന്നെ എൻ്റെ ഫോട്ടോ കണ്ടിട്ട് പല ആൾക്കാരും അതിന് കമൻറ്റ് അടിക്കുന്നു, നിങ്ങൾ വിഗ്ഗാണല്ലോ എന്ന് പറയുന്നു. സുഹൃത്തുക്കളെ, നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും എൻ്റെ വീഡിയോ കാണുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഹെയർലൈൻ കയറിപ്പോയല്ലോ. എൻ്റെ പഴയ ഫോട്ടോസ് ഒന്ന് കാണിക്കുക, നോക്കിയേ. ഇത് കംപ്ലീറ്റ് കഷണ്ടി ആയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അതായത് കഴിഞ്ഞ 10 വർഷം വിഗ് ഉപയോഗിച്ച ഒരാളാണ്. അപ്പോൾ എൻ്റെ തലയിൽ ഈ റിസൾട്ട് വന്നത് ഹെയർ ട്രാൻസ്പ്ലാന്റ് മാത്രമാണ്. ഒരു കാരണവശാലും എൻ്റെ തലയിൽ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് മുടി വരില്ല. ഐ നോ ദിസ് ബിക്കോസ് എൻ്റെ തല റൂട്ടില്ല, ഫോളിക്കിൾസ് ഇല്ല, ഡോണർ വളരെ പുവറായിരുന്നു. ആ ഡോണറിന് നിങ്ങൾ വിഗ് എന്ന് തോന്നിപ്പിക്കുന്ന പോലെ റിസൾട്ട് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു സർജറി ചെയ്ത ഡോക്ടറുടെ കഴിവ് തന്നെയാണ്. അത് എപ്രിഷ്യേറ്റ് ചെയ്താൽ മതിയാവും. എന്തായാലും ഇന്നത്തെ റിസൾട്ട് ഭയങ്കര ഒരു ഡിഫറെൻറ്റ് സംഭവമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും എൻഡ് ഭയങ്കരമായി ഞെട്ടിപ്പോവും, എന്താ അവസ്ഥ എന്ന് തോന്നിപ്പോവും. അപ്പോൾ ഞാൻ ആ റിസൾട്ടിൻ്റെ പ്രീവിയസ് ഫോട്ടോസ് കാണിക്കാം. നോക്കി, ഞാനൊരു ഫോട്ടോ കാണിക്കുക, മാക്സിമം ഞാൻ 360 ഡിഗ്രി ആംഗിളിൽ കാണിക്കാൻ ശ്രമിക്കാറുണ്ട്. നിങ്ങൾ ഫ്രണ്ട്, സൈഡ്, ടോപ്പ്, ബാക്ക് എല്ലാ ഫോട്ടോസ് കാണിക്കുക. നോക്കിയ ഫോട്ടോസ്. ഇത് അത്ര ഏജിലൊരാളല്ല, നിയർലി ഒരു 30-32 ഏജാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ തലയുടെ മുകൾ വശം കംപ്ലീറ്റ് ആയിട്ട് ഹെയർ പോയിരിക്കുകയാണ്. നിങ്ങൾ സൂം ചെയ്ത് നോക്കി അറിയാൻ പറ്റും, ചെറിയ ചെറിയ ഫോളിക്കിൾസ് കാണാൻ പറ്റും. അതായത് കംപ്ലീറ്റ് ആയിട്ട് ഹെയർ പോയില്ല. ഇങ്ങനത്തെ വ്യക്തികൾക്ക് ഏറ്റവും നല്ലത് ട്രീറ്റ്മെൻറ്റ്സ് ആണ്, ഡോക്ടേഴ്സ് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ്സ്. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഫോളിക്കിൾസ് വളരെ ഹെൽത്തി ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ട്രൈക്കോസ്കോപ്പ് എന്ന മെഷീനിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഫോളിക്കിൾ എത്ര ഹെൽത്തിയാണ്. പിന്നെ വേറെ കാര്യം, എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ പേഴ്സണൽ വെച്ച് ചോദിക്കുകയാണ്, ഏത് മെഡിസിനാണ് നിങ്ങൾക്ക് മെഡിസിൻ കൊറിയർ ചെയ്ത് തരാൻ പറ്റുമോ? ആക്ച്വലി ഇത് ഒരു മെഡിസിൻ അല്ല. പല ആൾക്കാർ തെറ്റിദ്ധാരണയാണ്. ഞാൻ PP405 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെ PP405 കൊണ്ടാണോ റിസൾട്ട് വന്നത്? PP405 എന്ന് പറഞ്ഞ മെഡിസിൻ ലോഞ്ചേ ചെയ്തിട്ടില്ല. കമ്പനി പറഞ്ഞ 2029 വരുമെന്നാണ്. അതുകൊണ്ട് ആ മെഡിസിൻ അല്ല. മെഡിസിൻ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയെന്ന് പറഞ്ഞാൽ ആ വ്യക്തി നേരിട്ട് ക്ലിനിക്കിലോട്ട് പോകണം. അല്ലാതെ ഗൾഫിൽ ഇരുന്നുകൊണ്ട് ഇവിടെ നിന്ന് അയച്ചു കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഓൺലൈൻ കൺസൾട്ടേഷൻ ഒക്കെയാണ് ചില ആൾക്കാർ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ നേരിട്ട് ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ ഫോളിക്കിളിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യും, ഹെയറൊക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മളുടെ ഇത് നോക്കും, നമുക്ക് എന്തുകൊണ്ടാണ് കഷണ്ടി വന്ന് കറക്റ്റ് ഡയഗ്നോസ് ചെയ്യും. അതിന് ശേഷമാണ് നമുക്ക് ഏത് ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് ഡോക്ടേഴ്സ് ഓൺ ദ ടേബിളാണ് ഡിസൈഡ് ചെയ്യുക. ചില ആൾക്കാർ വെറും PRP കൊണ്ട് തന്നെ മുടി വരാറുണ്ട്, ചില ആൾക്കാർ മിനോക്സിഡിൽ വേണം. പല മെഡിസിൻസ് ഉണ്ട്, ടാബ്ലറ്റ്സ് ഉപയോഗിക്കുക, സൊല്യൂഷൻസ് ഉണ്ടാവാം, അതിൽ ലോങ് ടേം കൊണ്ടുപോകേണ്ടതുണ്ട്. ചില മെഡിസിൻ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അതൊക്കെ ഓരോ ആൾക്കാരുടെ അവരുടെ ബാലൻസ് അനുസരിച്ചിട്ടാണ് ഓൺ ദ ടേബിൾ ഡോക്ടേഴ്സ് തീരുമാനിക്കുക. ഓക്കെ, അങ്ങനെ ഈ വ്യക്തി ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് 6 മാസം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട്സ് കാണിക്കാൻ പോവാണ്. ശരിക്കും ഞെട്ടാൻ റെഡി ആയിക്കോളും. 6ാമത്തെ മാസം അദ്ദേഹത്തിൻ്റെ റിസൾട്ട്സ് ഇങ്ങനെ വന്നു. നോക്കിയേ, ഫ്രണ്ട്, ടോപ്പ്, സൈഡ്സ്, ബാക്ക്. ശരിക്കും പറഞ്ഞാൽ അൺബിലീവബിൾ റിസൾട്ട്സ് ആണ് വിതൗട്ട് സർജറി അദ്ദേഹത്തിന് കിട്ടിയത്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കൂടി ഞാൻ പ്ലേ ചെയ്യാം. കാരണം പല ആൾക്കാർ ഫോട്ടോ മാത്രം കാണിക്കുന്നു പറഞ്ഞുകൊണ്ടാണ് ഞാൻ വീഡിയോ കൂടി പ്ലേ ചെയ്യാം. നോക്കിയേ, സീ ദാറ്റ് വീഡിയോസ്. അത്രത്തോളം ഡെൻസ്ഡ് റിസൾട്ട് അദ്ദേഹത്തിന് വന്നു. ട്രാൻസ്പ്ലാന്റ് ആവശ്യമേ വേണ്ടി വന്നില്ല. ഫുൾ ഹെഡ് തന്നെ ഏകദേശം 90% കവറായി കിട്ടി. സോ ഇതാണ് നമ്മൾ കൃത്യമായിട്ടുള്ള ഡയഗ്നോസും അനാലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ആൾക്കാരുടെ കേസ് എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്ന് നമുക്ക് തീരുമാനിക്കാം. പല ആൾക്കാരും എനിക്ക് ഫോട്ടോ അയച്ച് തന്നിട്ട് നല്ല കഷൻ്റെ ആളുകൾ ട്രീറ്റ്മെൻറ്റ് മാറാൻ ചോദിക്കാറുണ്ട്. ഒരിക്കലും മാറില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ കഷൻ്റെ അനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മാത്രം ചെയ്താൽ മതി. ഈ റിസൾട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണാൻ വിചാരിക്കുകയാണ്. 25 റിസൾട്ട്സാണ് നമ്മുടെ ടാർഗറ്റ്. അതേപോലെ തന്നെ ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി എന്ന് പറയുന്ന യൂട്യൂബ് പേജ് ഉണ്ട്.
ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജുണ്ട്. നിങ്ങൾ ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറെ കമൻറ്റ് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി. ഐ വിൽ കം ബാക്ക് വിത്ത് എ ന്യൂ ഇൻഫർമേഷൻ വീഡിയോ ഓർ റിസൾട്ട് വീഡിയോ വെരി സൂൺ. താങ്ക് യു വെരി മച്ച്. ബൈ.